നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് GST കൗൺസിലിൻ്റെ 54th മീറ്റിംഗ് ഇന്നലെയായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് റെൻറ്റിങ് ഓഫ് കമേഴ്സ്യൽ ബിൽഡിങ്സ് RCMൽ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കമേഴ്സ്യൽ ബിൽഡിങ് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ലാൻഡ് ലോഡ് അൺരജിസ്റ്റേർഡ് വ്യക്തിയാണ്. എന്നാൽ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വ്യക്തി ടെനൻറ്റ് രജിസ്റ്റേർഡ് വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ 18% GST RCMൽ ഈ ടെനൻറ്റ് അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് ഇന്നലെ വന്നിട്ടുള്ള GST കൗൺസിലിൽ വന്ന റെക്കമെൻഡേഷൻ. അപ്പോൾ ഒരു കമേഴ്സ്യൽ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്താൽ പല സാധ്യതകളുണ്ട്. ഒരു കമേഴ്സ്യൽ ബിൽഡിംഗ് ഒരു അൺരജിസ്റ്റേർഡ് വ്യക്തി മറ്റൊരു അൺരജിസ്റ്റേർഡ് വ്യക്തിക്കാണ് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ GSTയുടെ ബാധ്യത വരുന്നില്ല. കാരണം രണ്ടുപേരും അൺരജിസ്റ്റേർഡ് ആണ്. ഇനി ലാൻഡ് ലോഡ് അൺരജിസ്റ്റേർഡ് ആണ്, പക്ഷേ ടെനൻറ്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ GST രജിസ്റ്റേർഡ് ആണെങ്കിൽ 18% GST ഈ ടെനൻറ്റ് അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് പുതിയ റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളത്. ഇനി ഒരു രജിസ്റ്റേർഡ് ടെനൻറ്റ്, ഒരു രജിസ്റ്റേർഡ് ലാൻഡ് ലോഡ് ഒരു രജിസ്റ്റേർഡ് ടെനൻറ്റിനാണ് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അത് ഓൾറെഡി GSTയിലാണ്. 18% GST ഓൾറെഡി നിലവിലുണ്ട്. അതുപോലെ തന്നെ ഒരു രജിസ്റ്റേർഡ് ലാൻഡ് ലോഡ് ഒരു അൺരജിസ്റ്റേർഡ് ടെനൻറ്റിനാണ് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അതിനും GST ഉണ്ട്. അപ്പോൾ 4 സാധ്യതകളുണ്ട്. അൺരജിസ്റ്റേർഡ് ടു അൺരജിസ്റ്റേർഡ് ടാക്സ് ഇല്ല. അൺരജിസ്റ്റേർഡ് ടു രജിസ്റ്റേർഡ് ഇപ്പോൾ പുതുതായിട്ട് ടാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് പുതിയ മാറ്റം. അപ്പോൾ ഇത് ഒരുപാട് സ്ഥാപനങ്ങളെ നേരിട്ട് ബാധിക്കും. കാരണം ഇപ്പോൾ നിലവിൽ പല സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നത് റെൻറ്റഡ് ബിൽഡിങ്ങിൽ നിന്നാണ്. കമേഴ്സ്യൽ ബിൽഡിംഗ് ആണ്, റെൻറ്റഡ് ബിൽഡിംഗ് ആണ്. അതിൽ മിക്കവാറും ഈ ലാൻഡ് ലോഡ് അൺരജിസ്റ്റേർഡ് വ്യക്തികളായിരിക്കും. നമ്മൾ നോക്കിയാൽ ഇപ്പോൾ പല ഹോട്ടലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, റെസ്റ്റോറൻറ്റുകൾ. ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത് അവർ റെസ്റ്റോറൻറ്റ് GST രജിസ്റ്റേർഡ് ആയിരിക്കും, മിക്കവാറും രജിസ്റ്റേർഡ് ആയിരിക്കും. പക്ഷേ ഈ ലാൻഡ് ലോഡ് മിക്കവാറും അൺരജിസ്റ്റേർഡ് വ്യക്തികളായിട്ടാണ് കാണുക. അപ്പോൾ ഇപ്പോൾ നിലവിൽ അതിന് GST അടയ്ക്കുന്നില്ല. കാരണം ലാൻഡ് ലോഡ് അൺരജിസ്റ്റേർഡ് ആണല്ലോ, അയാൾ ഇവരുടെ നിന്ന് GST കളക്ട് ചെയ്യില്ല. അപ്പോൾ റെസ്റ്റോറൻറ്റിന് ടാക്സ് ഇല്ലാതെ സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷേ ഇനി മുതൽ ഇത് സാധിക്കില്ല. ഈ ലാൻഡ് ലോഡ് അൺരജിസ്റ്റേർഡ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ടെനൻറ്റ്, അതായത് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ റെസ്റ്റോറൻറ്റ്, അവർക്ക് 18% ടാക്സ് ഈ വാടകയമ്മ കൊടുക്കേണ്ടി വരും. കാരണം എന്താ? ടെനൻറ്റ് ഈസ് അൺരജിസ്റ്റേർഡ്. അപ്പോൾ ഇതാണ് പുതിയ മാറ്റം. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളെ ഇത് നേരിട്ട് ബാധിക്കും. ഞാനൊരു എക്സാമ്പിൾ നോക്കിയതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ കേസ്. റെസ്റ്റോറൻറ്റുകളെന്ന് മാത്രമല്ല, ഏത് GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിലും അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെലവ് സൈഡിൽ റെൻറ്റ് ഫോർ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് GST രജിസ്റ്റേർഡ് ലാൻഡ് ലോഡ് ആണെങ്കിൽ അതിന് GST കൊടുത്തിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് സർവീസ് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ അൺരജിസ്റ്റേർഡ് വ്യക്തിയുടെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ GST രജിസ്റ്റേർഡ് ആണ്, നിങ്ങൾ വാടക കൊടുത്തിരിക്കുകയാണ് ഒരു അൺരജിസ്റ്റേർഡ് വ്യക്തിക്ക്. നിങ്ങൾ സെൽഫ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുകയും എന്നിട്ട് അത് RCM ആയിട്ട് ക്യാഷായിട്ട് ടാക്സ് അടയ്ക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് ഇൻപുട്ടിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യാം. ഇതാണ് പുതിയ മാറ്റം. അപ്പോൾ ഇത് ഒരുപാട് പേരെ ബാധിക്കും. പലരും ഇത് ചിന്തിക്കേണ്ടാവുക ഇതെന്നെ ബാധിക്കില്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ബാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു സ്ഥാപനം നടത്തുന്നു. അയാൾ ഒരു GST രജിസ്റ്റേർഡ് വ്യക്തിയാണ്. ഇദ്ദേഹം റൺ ചെയ്യുന്ന ഈ ബിൽഡിങ് ഭാര്യയുടെ പേരില്ല. അപ്പോൾ ഭാര്യയ്ക്കാണ് വാടക കൊടുക്കുന്നത്. അപ്പോൾ ഇയാളുടെ മനസ്സിലുണ്ടാവുന്നത് ഇയാളുടെ തന്നെയാണ്, ഇയാളുടെ ബിൽഡിംഗ് ആണെന്നാണ് ഇയാൾ ചിന്തിക്കുന്നത്. പക്ഷേ GST നിയമപ്രകാരം വൈഫ് സെപ്പറേറ്റ് ഒരു വ്യക്തിയാണ്, സെപ്പറേറ്റ് പാൻ ഹോൾഡറാണ്, സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഈ ഹസ്ബൻഡ് ആണ് ബിസിനസ് GSTയിൽ ചെയ്യുന്നത്. ഇയാൾ എന്ത് ചെയ്യണം? വൈഫിന് കൊടുക്കുന്ന വാടകയമേ 18% GST റിവേഴ്സ് ചാർജിൽ അടച്ച് പിന്നെ അർഹതയുണ്ടെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം. അപ്പോൾ ഇത് എല്ലാ GST രജിസ്ട്രേഷനുള്ളവരും ഇത് പ്രത്യേകം ചിന്തിക്കണം. ഇത് കുറേ നാൾ കഴിയുമ്പോഴാണ് ഇത് പിന്നീട് നമ്മൾ ടാക്സ് അടച്ചില്ല എന്ന് കണ്ടെത്തുക. അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഫൈനൊക്കെ അടയ്ക്കേണ്ടി വരും. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഈ കാര്യം കൂടി പാലിക്കാൻ നമ്മൾ തയ്യാറാവണം. ഓക്കെ. അപ്പോൾ 18% ടാക്സ് വരുന്നത്. പിന്നെ ഇൻപുട്ടിന് അർഹത ഉള്ളവർക്ക് ഇൻപുട്ട് എടുക്കാം, അർഹതയില്ലാത്തവർക്ക് കിട്ടില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റുകളുടെ കാര്യം നോക്കും. ഒരു റെസ്റ്റോറൻറ്റ് GST രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ അവർ 2 സാധ്യതകളാണ്. ഒന്നുകിൽ അത് റെഗുലർ രജിസ്ട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോമ്പോസിഷൻ ആയിരിക്കും. ഈ 2 മെത്തേഡ് ആയാലും, റെഗുലർ ആയാലും 5% ആണ് ഔട്ട്പുട്ട് ടാക്സ്. നമ്മൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യുക 5% ടാക്സ് ആണ്. ഭക്ഷണം കഴിക്കാൻ തന്നെ കളക്ട് ചെയ്യുക. റെഗുലർ ആണെങ്കിലും 5% ആണ് വിത്തൗട്ട് ITC. ഇനി നമ്മൾ കോമ്പോസിഷൻ ഡീലർ ആണെങ്കിലും നമ്മൾ 5% ആണ് ടാക്സ് അടയ്ക്കുക. അത് കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യില്ല, നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കുന്നു.
അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ അടച്ചാലും ഈ റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അർഹതയില്ല. അപ്പം അങ്ങനെയുള്ളൊരു റെസ്റ്റോറൻറ്റ് ഈ അൺരജിസ്റ്റേർഡ് വ്യക്തിക്ക് വാടക കൊടുത്തു എന്നുള്ള കാരണം കൊണ്ട് അതും അടയ്ക്കുന്ന RCM അത് അവർക്ക് ഒരിക്കലും ഇൻപുട്ട് കിട്ടില്ല. അത് അവരുടെ കോസ്റ്റ് കൂടും, അവർക്ക് നികുതി ബാധ്യത കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്യും? അവർ കസ്റ്റമറിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് പൈസ കുറച്ചുകൂടി കൂടുതൽ കളക്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോൾ 1 ലക്ഷം രൂപ മന്ത്ലി വാടക കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് വെച്ചോളൂ. 1 ലക്ഷം രൂപ വരും വാടക കൊടുക്കുന്നുണ്ട്. ഈ ടെനൻ്റ് അൺരജിസ്റ്റേർഡ് ആണ്. അപ്പോൾ ഈ 1 ലാഖിൻ്റെ കൂടെ ഒരു 18,000 റുപ്പീസും കൂടി ടാക്സ് ആയിട്ട് ഈ റെസ്റ്റോറൻറ്റ് അടയ്ക്കേണ്ടി വരും. അവർക്ക് ഇൻപുട്ട് കിട്ടുകയുമില്ല. അപ്പോൾ എല്ലാ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള വ്യക്തികളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ 18% ടാക്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഇനി ഇത് എന്നു മുതലാണ് പ്രാബല്യം എന്നുള്ളതാണ്. ഇപ്പോൾ GST കൗൺസിൽ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുള്ളൂ. ഇനി ഉടനെ തന്നെ ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും. റേറ്റ് നോട്ടിഫിക്കേഷൻ 11/2017 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിൽ അമെൻമെൻറ്റ് മറ്റൊരു നോട്ടിഫിക്കേഷൻ വഴി കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ അത് ഉടനെ തന്നെ വരും. അത് വന്നു കഴിഞ്ഞാൽ ഈ നിയമം പ്രാബല്യത്തിലാവും. അതായത് റേറ്റ് ഓഫ് ടാക്സ് 18%, റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ 13/2017 കൂടിയാണ് ഇത് കൊണ്ടുവരിക. അപ്പോൾ റിവേഴ്സ് ചാർജ് ആണ് നമ്മൾ ഈ പറയുന്ന കാര്യം. നോട്ടിഫിക്കേഷൻ 13/2017 കൊണ്ടുവരിക. റേറ്റ് 11/17 റിവേഴ്സ് ചാർജ് ആണെന്ന് പറയുന്നത് 13/2017 നോട്ടിഫിക്കേഷനിലാണ് കൊണ്ടുവരിക. അതായത് നമുക്ക് കാത്തിരിക്കുക. നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ ഇത് പ്രത്യേകം നോക്കുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. GST രജിസ്ട്രേഷൻ എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം അത് അവർക്ക് ഗുണകരമാവട്ടെ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.